സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റമല്ലെന്ന ദില്ലി ഹൈക്കോടതി വിധിയോടെ ഈ പ്രശ്നം ഒരു സജീവ ചർച്ചാവിഷയമാകുകയാണ്. മാനുഷിക പരിഗണന പോലും ലഭിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്വവർഗാനുരാഗികൾ കേരളത്തിലും നിരവധിയാണ്. എതിർപ്പുകളെ അവഗണിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന സ്വവർഗ ദമ്പതികളും കേരളത്തിലുണ്ട്. അത്തരത്തിൽ തൃശൂരിൽ ജീവിക്കുന്ന ശ്യാമിനെയും സിംരോജിനെയും പറ്റിയാണ് വാസ്തവത്തിൽ ആദ്യം. ഞങ്ങൾ പരിചയം ഞാൻ മുന്നേ സ്മിൻഡോജനെ കണ്ടിട്ടുണ്ട്. അത് ഒരു 5 വർഷം മുന്നാണ്. പക്ഷെ അന്ന് സ്മിൻഡോജിനെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ആകർഷിച്ച് തുടങ്ങിയിട്ടില്ല. അത് ഞാൻ ഇവിടെ ടൗണിലേക്ക് വരുന്നു തുടങ്ങണേ ഉള്ളൂ. അങ്ങനെ പിന്നെ എൻ്റെ സുഹൃത്ത് വഴിയാണ്, എൻ്റെ വേറൊരു സുഹൃത്ത് വഴിയാണ് ഞാൻ സ്മിൻഡോജിനെ ഞാൻ വളരെ അടുത്ത് പരിചയപ്പെടുന്നത്. പിന്നെ സ്മിൻഡോജ് എൻ്റെ മനസ്സിലേക്ക് ആകർഷിച്ചു. രണ്ടാള് 2 സ്ഥലത്ത് കഴിയുമ്പോൾ അതായത് നമ്മുടെ സ്നേഹത്തിന് അകൽച്ച മാറി തോന്നി. രണ്ടാൾക്കും ഒരു കൂരേൻ്റെ കീഴിൽ താമസിക്കണം എന്ന് തോന്നി. അപ്പോൾ രണ്ടാളും കൂടി തീരുമാനിച്ച് മാറാം. കുറച്ച് പൈസ തട്ടിക്കൂട്ടി ഒരു വീട് ഉണ്ടായി വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ലൈഫാണ് ഏറ്റവും വലുത്. അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം ഒരു കല്യാണം കഴിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഇങ്ങനെ ഒരു ജീവിതം. പിന്നെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ മൈൻഡ് ചെയ്തില്ല. എൻ്റെ കൂടെ പോകുന്നു. ഇത് നമുക്ക് തിരിച്ചറിവാണ്. അതായത് ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ജീവിച്ചാൽ എന്ത്, ആർക്കാണ് നഷ്ടം വരാൻ പോകുന്നത്? സമൂഹത്തിൽ ഇതിൽ ഇടപെടേണ്ട ആവശ്യം എന്ത്? സമൂഹം ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം കുടുംബം, അതുപോലെ തന്നെ കുട്ടികൾ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ചിലര് HIV ആയിട്ട് HIV ഭാഗം പറയുന്നവരുണ്ട്. പക്ഷെ അത് മൈൻഡ് അത് അറിയില്ലായ്മയാണ്. പക്ഷെ കുടുംബം പ്രത്യുൽപാദനം ഇതാണ് മെയിൻ ഘടകം. വിവാഹം ഇപ്പൊ ഇതിനിടയിൽ കുട്ടികളുടെ ആവശ്യം എന്തിനാ? കുട്ടികളില്ലാത്ത എത്രയോ ദമ്പതികൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് ജീവിച്ചൂടെ? അഥവാ പിന്നെ ആണും പെണ്ണും തന്നെ ജീവിക്കുന്ന എന്താ കുഴപ്പം? 2 ആണുങ്ങൾ കൂടി ജീവിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എല്ലാ ജനങ്ങൾക്കും ഇത് മനസ്സിലായിന്ന് വരില്ല. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. ഒരുവിധം പുരുഷന്മാരെന്താ പറയുക കഴിഞ്ഞാൽ ഭാര്യ ഒരു അടിമയെ പോലെ, ഒരു വീട്ടുവേലക്കാരിയെ പോലെയാണ് ഒരു ഭാര്യനെ ഒരു ഭർത്താവ് സമീപിക്കുന്നത്. രാവിലെ അവളെ എണീക്കണം, നേരത്തെ എണീക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അയാൾക്ക് പോലെ ഡ്രസ്സ് അലക്കി കൊടുക്കണം, ചായ, അതുപോലെ കുട്ടികളുടെ കാര്യങ്ങൾ അതെല്ലാം നോക്കി വൈകുന്നേരം ആകുമ്പോൾ അയാളുടെ എന്താ പറയുക എല്ലാ ആജ്ഞകളും അവളനുസരിക്കണം. കിടപ്പറയിൽ പോലെ അയാളുടെ ആജ്ഞകൾ അനുസരിക്കണം. ഞാനും ഇവനോട് പറയണേ ഇന്ന സെക്സ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നിർബന്ധിക്കില്ല. അത് കാരണം എനിക്കത് ഇഷ്ടമില്ലെന്ന് അവനറിയാം. കാരണം ഞങ്ങൾ രണ്ടുപേരും അത്ര ഒരു മനസ്സിലാക്കി. പിന്നെ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവനൊന്നും എന്നോട് ദേഷ്യപ്പെട്ടാലോ ഞാൻ ഇവനോട് ദേഷ്യപ്പെട്ടാലോ അത് അപ്രതി മാത്രമല്ല, അതിന്മേ പിടിച്ച് വേറെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സ് പരമായിട്ടാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അതായത് 2 പേർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ സെക്സ് ചെയ്യണം എന്നുള്ള 2 പേരും തീരുമാനിച്ചിട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇവൻ ഇന്നത് ചെയ്യണം അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ലേ? ഞങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞ് 2 പേരും സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാതൃക ആർക്കും കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. കാരണം ഒരു വ്യക്തികളാണ് അവര് മാതൃക, അവര് സ്വന്തമായിട്ട് മാതൃക ആവണം. അല്ലാണ്ട് വേറൊരാളെ മാതൃക സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. കാരണം പല വ്യക്തികൾക്കും തൻ്റെതായ വ്യക്തിത്വം ഉണ്ട്. അപ്പൊ ആ വ്യക്തിനെ തന്നെ കണ്ടുപഠിച്ചോളണം നമ്മൾ ചെറുപ്പത്തിൽ ഏതാണെങ്കിലും കേട്ടുപരിച്ചുള്ളതാ. അതൊന്നും നമ്മൾ സ്വീകരിക്കുന്ന കാര്യമില്ല. കാരണം എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്, അവനവൻ്റെതായ വ്യക്തിത്വമുണ്ട്. അവനവൻ്റെതായ വ്യക്തിത്വം സ്വീകരിക്കണം, ഞാൻ എൻ്റെതായ വ്യക്തിത്വം സ്വീകരിക്കണം.